ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇത് എങ്ങോട്ടേക്കാണെന്നല്ലേ? അതില്ലേ ഗൈസ്, പെട്ടെന്നാണ് എനിക്കൊരു ഭ്രാന്ത് വന്നത്. ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകണം. കുറേ നാളായി വിചാരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുമ്പോഴൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നെന്തായാലും ശനിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പ്രകാശ് ചേട്ടനാണെങ്കിൽ ഇന്ന് വർക്കും ഉണ്ട്, 1 മണിക്കൂർ തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ വേഗം തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയെന്ന്. ഇതെന്തെന്ന് ഈര് വരച്ചിട്ട് വീട് വരക്കേണ്ട സാധനം ഇത്. അതിന് വരക്ക് കളർ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഓരോ നേരത്തെ ഞാൻ കുളിപ്പിച്ചൊരുക്കി ഇരുത്തിയതാണ്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടൽ ഒപ്പിക്കും. മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്താലേ ഇരുന്നോളും കുറച്ച് നേരം. അപ്പം അതിനിടയിലാണ് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം. അപ്പോൾ ഇനി വേഗം ഒന്നും ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് നോക്കിയിട്ട് വരാം. അതിനിടയിൽ നമുക്ക് വേഗം നമ്മുടെ സെറ്റാവാം, റെഡിയാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും എന്താ ഡെയിലി വ്ളോഗ് എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഒരാൾക്കാരുടെ വ്ളോഗ് കാണാനുണ്ട്. കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡെയിലി വ്ളോഗ് ചെയ്തുകൂടെ. അങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഡെയിലി വ്ളോഗ് എന്ന് പറയാൻ, ഡെയിലി വ്ളോഗ് മീൻസ് ഡേ ഇൻ മൈ ലൈഫ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് ചെയ്യണം. പക്ഷേ ഇന്ന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു തീരുമാനം, പെട്ടെന്നായിരുന്നു. അതുകൊണ്ടൊരു വ്ളോഗ് എടുക്കൽ. തളിയമ്പലത്തിലേക്കുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാതെ നമ്മൾ പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ചടപട കെട്ടി എന്താണെന്ന് അറിയില്ല ഈ വ്ളോഗിൻ്റെ ഒരു ഔട്ട്പുട്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എന്താണെന്നറിയില്ല ഈ വീഡിയോൻ്റെ ഔട്ട്പുട്ട്. എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാവാന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാം. ഓക്കെ, ഗൈസ്, നമ്മളപ്പോൾ തളിയിലമ്പലത്തിലേക്ക് പോകാൻ പോയിട്ട് വരാമേ. മഴയൊന്നുമില്ല ഗൈസ്, നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല തെളിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാമെന്ന്. കാശിൻ്റെ കയ്യിൽ ഒരു കാറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ അറിയാക്കണ്ട കേട്ടോ. അവൻ എപ്പോൾ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും അവൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണം. ഓൻ്റെ വിചാരം ഓൻ അമ്പലത്തിൽ പോകുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാണോ? അമ്പലത്തിൽ എന്തിനാണ് പോകുന്നത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ഓന് എപ്പോഴും പറയും ഞാൻ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അങ്ങനെ പറയും. നീലേശ്വരം പാലസ് ഏത് നീലേശ്വരം രാജകൊട്ടാരം? അപ്പം അപ്പുറത്തില്ലതോ? അപ്പുറം ഒരു നീലേശ്വരം കൊട്ടാരം ഇല്ലേ? അതവരെ തറവാട്. അപ്പം ഇത് നീലേശ്വരം പാലസോ? ഇതാണ് നീലേശ്വരം പാലസ്. പണ്ട് രാജാക്കന്മാരും ഇവിടെയാണ് ഗൈസ് എല്ലാവരും. പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാമും എല്ലാം റീൽസ് എല്ലാം എടുക്കാൻ, ഓണം മറ്റന്നാ വിഷു എല്ലാത്തിനും റീൽസ് എല്ലാം എടുക്കുന്ന സ്ഥലം കേട്ടോ, ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലം. ഇതിന് ഇങ്ങോട്ട് ഈ ഒരു റൂട്ട് നേരെ പോയാൽ നമുക്ക് നേരെ നമ്മുടെ മഞ്ഞപ്പുറത്ത് അപ്പുറത്തൊരു തെക്കേ കോവിലൊക്കെ ഉണ്ട്. ഇപ്പം അപ്പുറം അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്. ശരിക്കും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നാണ് എനിക്ക് അമ്പലത്തിൽ വരണം എന്ന് തോന്നിയത് കേട്ടോ. ഇതാണ് നമ്മുടെ നീലേശ്വരം ശ്രീ തളിയിലമ്പലം, തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രം. കാശ് എന്തിനു പോകുന്നത്?
കളിക്കാനാ പോകുന്നത്. കാറെടുത്ത് നിന്നിട്ടുണ്ടായി. കാറെടുത്തൂടാട്ടോ അമ്പലത്തിനുള്ളിലേക്ക്. കാശി കാറെടുത്തൂടാ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടി ആയതുകൊണ്ട് അമ്പലത്തിൽ അത്യാവശ്യം തിരക്ക് കാണണം. നമുക്ക് രാവിലെ തളിരമ്പലത്തിൻ്റെ പൂജ കർമ്മം രാവിലെ 5:30 ഇട്ട് നട തുറക്കൽ 5:30 to 12:30 വരെയാണ് ഉച്ചക്ക് തോന്നുന്നു. പിന്നെ ഈവനിങ് ആണ്. അപ്പോൾ എനിക്കതറിയാം. അതുകൊണ്ട് 12:30 ആയാലും നട തുറന്നിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ വിചാരിക്കും ഇത്ര രാവിലെയാണെന്നല്ല. ഇത്ര രാവിലെ ഒന്നല്ല കഴിച്ച് നന്നായിട്ട് വൈകി 10:30-11 മണിയാവാനായി. അപ്പോഴാണ് അമ്പലത്തിൽ പോക്ക്. അതും പെട്ടെന്ന് തീരുമാനിച്ചൊരു അമ്പലത്തിൽ പോക്ക്. ശരിക്കും രാവിലെ നല്ല കുളിച്ചൊരുങ്ങി പോകാമെന്നൊക്കെ തീരുമാനിച്ച് തലേനാൾ സെറ്റാക്കിയാലൊന്നും എനിക്കിതൊന്നും നടക്കാറില്ല എപ്പോഴും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് റെഡിയായി പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കേസ്? ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും? നിങ്ങൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും തൊഴാനാണോ ശരിക്കും അമ്പലത്തിൽ പോകുന്ന വ്ളോഗ് എടുക്കാനാണോ നല്ല. ശരിക്കും തൊഴാനാണ് ഗൈസ് പോയത്. ഞാൻ ഇത് വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓൾറെഡി ഒന്ന് തൊഴുത് കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ എടുക്കലാണ് കേട്ടോ. അതുകൊണ്ട് ആരും അത് കമൻറ്റ് ചെയ്യരുത് ദയവ് ചെയ്ത്. എന്താ വെച്ചാൽ ഞാൻ എന്തായാലും ആദ്യം നമ്മൾ തൊഴും, പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ കല്യാണത്തിനൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എന്നല്ല, നമ്മൾ ആ ഒരു രീതിയിൽ അത് എടുത്താൽ മതി. ഒരു വ്ളോഗ് എന്നുള്ള രീതിയിലാണ്. അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ തൊഴാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഉള്ളൊരു ചിന്താഗതി ചിലരേക്കെങ്കിലും പോയിരിക്കും. ജസ്റ്റ് തൊഴുത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ തൊഴുതലാണ് കേട്ടോ. എന്താ അതിനെ പറയല്? തൊഴിലോ റീടേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവമാണേ. അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന ഇടയിലാണ് കേട്ടോ ഞാനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് പോയത്. എൻ്റെ ഫോൺ എടുത്തിട്ട് ഇതൊക്കെ സംഭവം ഈ പ്രകാശന് കുറച്ച് പ്രാന്തുണ്ടെന്നറിയാം. നമ്മളെ ആൾക്കാരെ മുഖം ഫോട്ടോ എടുക്കുന്ന പകരം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറേ ഇങ്ങനെ എന്താ പറയുക പച്ചപ്പുല്ലിൻ്റെയും പൂവിൻ്റെല്ലാം ഫോട്ടോ എടുത്തിട്ട് എന്തെല്ലാം കളിക്കുന്നുണ്ട്. അതിനുള്ളിൽ വ്ളോഗ് എടുക്കുന്നത് അറിയുന്നതായിട്ടാ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ഭയങ്കരമായിട്ട്. എന്നോട് എനിക്കൊരു സംഭവം കാണിച്ചിട്ട് പറഞ്ഞിട്ട് പോയതാണ്. ഇതായിരുന്നു ഭയങ്കര സംഭവം. പേര് പറയാ പേര് പറഞ്ഞു കൊടുക്ക്. അതാണ് പേര്. കണ്ണിൽ പൊടി വീണെന്ന പേര് പറയടാ. ഒച്ചത് പറ. ആൻമൈകാശ്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് നമ്മൾ നടയടച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ. അത് നടയുടെ സമയത്ത് തൊഴാൻ വേണ്ടിയിട്ടല്ലാണ്ടും അമ്പലത്തിൽ വരുന്ന രണ്ടാൾക്കാരാണ് ഞാനും പ്രകാശേട്ടനും. ഒന്നാമത് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം ഈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിലപ്പോൾ ഫ്രീ ആണെങ്കിൽ കുറച്ച് ടൈം നമ്മൾ അവിടെ ആൽമരത്ത് പുറത്തിരിക്കും തളിരമ്പലത്തിന്. അത് വെറുതെയാണ്. അവിടെ കുറേ ആൾക്കാർ വെറുതെ ഇരിക്കാറുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, സുഖം നല്ല മനസ്സിന് ശാന്തത. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സങ്കടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഇവിടെ വന്നൊരു അരമണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞിരുന്നാലും അവിടെ കുറേ ആൾക്കാർ വേറെയും അച്ചച്ചന്മാരെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ പ്രായമായവർ അവരുടെ സംസാരവും അവർ പാട്ടെല്ലാം പാടുന്നതൊക്കെ അടക്കം അടിപൊളിയാണ്. നമ്മളതുകൊണ്ട് അധികം തളിരമ്പലത്തിൽ വരുന്നത് സന്ധ്യക്ക് 5 മണി 6 മണിക്ക് ശേഷമാണ്. അപ്പം നടയെല്ലാം അടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. സോറി 6 മണിക്കല്ല, 7 മണി 7:30 ആവാറുണ്ട്. ആ സമയം നടയടിച്ചിട്ടുണ്ടാവും. ചിലപ്പം നമ്മളിതായതുകൊണ്ട് ഉള്ളിൽ കയറാറില്ല. നേരെ അവിടെ നല്ല കുളിച്ചിട്ടാവാത്തതുകൊണ്ട് പുറത്ത് നിൽക്കും. കുളിച്ചിട്ടില്ലെങ്കിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അധികം അകത്ത് കയറലില്ല കേട്ടോ. അടിപൊളി സംഭവമാണ്, അടിപൊളിയാണ് നമ്മുടെ നീലേശ്വരത്ത് തളിരമ്പലം എന്നല്ല, ഒരുവിധം എല്ലാ അമ്പലങ്ങളിലും ഒരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രതീക്ഷിക്കാതൊക്കെ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രസാദം വാങ്ങാൻ നിന്നില്ല ഗൈസ്. കാരണം അതിനുള്ളിൽ ഒരുപാട് തിരക്ക്. കാശി ഓൾറെഡി എന്തെല്ലോ കളിക്കാൻ തുടങ്ങി. ഓനങ്ങനെയാണ്, എല്ലാം വലിയ ആളെപ്പോലെ വരും, കുറച്ച് നേരം അവിടെ നിൽക്കും, അത് കഴിഞ്ഞാൽ എന്തെല്ലോ കളിയിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരെ അപ്പുറം അയ്യപ്പൻ്റെ ഭജനമാണ് ഉണ്ട്, അവിടെയും കൂടെ തൊഴുത് ജസ്റ്റ് നമ്മൾ ഇറങ്ങിയെന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു ചെറിയൊരു ഭ്രാന്ത്, പെട്ടെന്നുള്ള ഒരു ഭ്രാന്തുകളാണിതൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആൽത്തറ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കും, ഒന്ന് ഇരുന്നിട്ടാന്ന് പോലെങ്കിലും കാശ് നേരെ അവിടത്തേക്ക് കയറും. നമ്മൾ കയറിയിട്ടില്ലെങ്കിലും അവൻ ആദ്യം അവിടെ പോയിട്ട് അവൻ്റെ കാറ് കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചതാണ് ഗൈസ്. ഇവിടുന്ന് ആൽത്തറയിൽ നിന്ന് കാറ് ഉരുട്ടി കളിക്കണം. ഞാൻ 5 മിനിറ്റ് അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവിടെ പോകാനാണ് പ്ലാൻ. അമർത്തണം. അപ്പൊ ബൈ.